സ്ലീവിൻ്റെ ബോട്ടം രണ്ടും അലാസ്റ്റിക് വെച്ചുകൊണ്ടാണ് അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്തും ഫുള്ള് റൗണ്ടിൽ ഫുള്ള് അലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഓപ്പണാണ്. ആ ഷർട്ടിൻ്റെ അതേ ഓപ്പൺ അതേപോലെ വെച്ച് അടിച്ചിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഷർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ബട്ടൺസൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ഇതുപോലെ നിർത്തി വെക്കുക. എന്നിട്ട് സെൻറ്റർ ഈ ഷർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഇതേപോലെ റൗണ്ട് ഷേപ്പ് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ചെറിയൊരു ക്രോസ് കൊടുക്കുക. ഇതേപോലെ ചെറുതായിട്ടൊരു ക്രോസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അടിഭാഗത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് ഓൾഡ് ഷർട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇത് നല്ല ഫ്രഷ് തുണിയോട് ഇതുപോലെ കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഇതേപോലെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്യാണ്. ക്രോസിൽ ഇതുവരെ കട്ട് ചെയ്തു, അങ്ങനെ ഇതുവരെ കട്ട് ചെയ്ത് കറക്റ്റ് ഈ സെൻറ്റർ വരെ കട്ട് ചെയ്ത് നിർത്തുക കേട്ടോ. ഓക്കെ, സെൻറ്റർ വരെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിന് ഫോൾഡ് ചെയ്യുക. രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ സൈഡ് അതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ രണ്ട് സൈഡ് ഒരേപോലെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ആദ്യം ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അടിഭാഗം ആ ബോട്ടൺ അടിച്ചത് അതിന് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ഓക്കെ, ഫ്രണ്ടും ബാക്കും നമ്മൾ അടിക്കാൻ പോകുന്ന ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തു. അപ്പോൾ ഈ എൻഡിലാണ് കൈ വരിക കേട്ടോ. ഈ രണ്ട് എൻഡിലാണ് കൈ വരിക. അത് കൈ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇനി അടുത്തതിൻ്റെ കൈ വെട്ടുകയാണ്. ഇതിൻ്റെ കൈ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ഷോൾഡറുമ്പോൾ കൂടെ നെക്കിൻ്റെ അതുവരെ കയറി വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ കൈ. അപ്പോൾ ഇതുപോലെ ഈ ഫ്രണ്ട് പീസ് എടുത്തുകൊണ്ട് ഈ കൈയിൻ്റെ മുകളിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ റൗണ്ട് ഷേപ്പ് കൈയിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് വരെ ഇവിടെ ഒരു ഈ എൻഡില്ല ഈ പോയിൻ്റ്, ആ പോയിൻ്റ് വരെ ഇതേപോലെ കറക്റ്റായി വെച്ചിട്ട് ഇതുപോലെ ക്രോസിൽ വരയ്ക്കുക. ഓക്കെ, ആ പോയിൻ്റ് വരെ കറക്റ്റായിട്ട് ആ ക്രോസ് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ലെവൽ അടിഭാഗം ഇതുപോലെ വരയ്ക്കുക കേട്ടോ. ഇതേപോലെ. ഓക്കെ, എന്നിട്ട് അതിന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത് അതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്തു. ഇവിടെ കുറച്ച് ക്രോസിലാണ് വരിക. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഇതേപോലെ തന്നെ ഈ മാർക്ക് ചെയ്ത് അതേപോലെ കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കയ്യിൻ്റെ ഈ ബോട്ടൺ ഈ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്, അതിന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ആ ഫോൾഡിങ് കുറച്ച് കഴിയുമ്പോൾ കുടുങ്ങിയിട്ടുണ്ട്, അതിന് വലിച്ച് കഴിച്ച് ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. ഒരു കൈയായി. ഓക്കെ, ഇത് ക്ലിയർ ആക്കുകയാണെങ്കിലും ക്ലിയർ ആക്കുക. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ട് രണ്ടാമത്തെ സ്ലീവും ഇത് വെച്ചുകൊണ്ട് സ്കെച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് സ്കെച്ച് ചെയ്തെടുക്കുക കേട്ടോ. അവിടെ റൗണ്ട് ഷേപ്പ്, ഈ ഭാഗം ചെറുതായിട്ടൊരു ക്രോസാണ്. ഓക്കെ, എന്നിട്ട് അതേപോലെ തന്നെ ആ രണ്ടാമത്തെ കൈയും അതേപോലെ സ്കെച്ച് ചെയ്തെടുത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതിൻ്റെ അടിഭാഗത്തും അതിൻ്റെ ആ ബോട്ടൺ അടിച്ചൊരു പീസിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അത് ഒഴിവാക്കി. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ അടിയിലേക്ക് പ്ലീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ ഉണ്ട്. ഏകദേശം ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ വേസ്റ്റിന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അത് വെച്ചുകൊണ്ട് ഒരു പീസും കൂടെ കട്ട് ചെയ്യുക. എന്നാലേ ഇതിൻ്റെ അടിഭാഗത്ത് ബോട്ടിൻ്റെ അടിഭാഗത്ത് പ്ലീറ്റ് ഇടാനുള്ള തുണി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസിൻ്റെ ഈ സെൻറ്റർ, ഇവിടെ സെൻറ്റർ ബട്ടൺസ് ആണ്. ആ ബട്ടൺസ് വെക്കേണ്ട ഒരു പട്ടി ഉണ്ടാവും, ആ ബട്ടൺസ് വെക്കേണ്ട ഒരു ഭാഗം അടിച്ചതുണ്ടാവും, അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഓക്കെ, ആ പട്ടൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ബാക്ക്, ഒന്ന് ഫ്രണ്ട്. ഓക്കെ, ഇങ്ങനെ വരിക. ഇത് കൈ ഇതുപോലെ വരും. കറക്റ്റായിട്ട് ഇവിടെ ജോയിൻ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിൻ്റെ കഴുത്തിലൊരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അലാസ്റ്റിക് ഇതൊരു 1/4 ഇഞ്ച് തികയില്ല, 1/4 ഇഞ്ച് ഇല്ല, അതിനെയും കുറഞ്ഞ വീതിയുള്ളൊരു അലാസ്റ്റിക്കാണ് കേട്ടോ. ഓക്കെ, ചെറിയ വീതിയുള്ളൊരു അലാസ്റ്റിക്കാണ്. ഇന്നത്തെ ഇത് കറക്റ്റ് ഈ ഫ്രണ്ടിൻ്റെ കഴുത്തിൻ്റെ അളവിലാണ് ഈ അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് ഈ ഫ്രണ്ടിൻ്റെ ഈ കഴുത്തിൻ്റെ അളവിൽ ഡബിൾ മടക്കാക്കിയിട്ടാണ് അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ അലാസ്റ്റിക്കാണ് ഇത് ഫുള്ളായിട്ട് വെക്കാൻ പോകുന്നത്. ഇവിടുന്ന് തൊട്ട് ഇതുവരെ ഈ അലാസ്റ്റിക്കിനെ വെക്കുകയാണ്.
അപ്പോൾ ഈ എലാസ്റ്റിക് വെക്കുമ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ പ്ലീറ്റായി കിടക്കും. അപ്പോൾ ഓക്കെ, ഇത് കയ്യിന് വെട്ടിയ എലാസ്റ്റിക്കാണ്. കയ്യിൻ്റെ അടിഭാഗത്ത് വെക്കാൻ പറ്റിയ എലാസ്റ്റിക്. ഇതുപോലെ ചെറിയൊരു എലാസ്റ്റിക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വലിച്ചിനടിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം അതുപോലെ തന്നെ പ്ലീറ്റായി കിടക്കും കേട്ടോ. ഇത് ഈ രണ്ടാമത്തെ കയ്യിന് വെട്ടിയ എലാസ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിതിന് കയ്യിൻ്റെ ബോട്ടത്തിൻ്റെ അടിഭാഗത്ത് അലാസ്റ്റിക് വെക്കുകയാണ് കേട്ടോ. അതാ ഇതേപോലെ അലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ അലാസ്റ്റിക്കിന് മുകൾക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുകയാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് ആദ്യം അലാസ്റ്റിക് വെക്കുക. എന്നിട്ട് ഒരു കാല് ചെറിയൊരു വീതിയിലൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതൊന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് അലാസ്റ്റിക്കുമേ ലോക്ക് ചെയ്ത് കണ്ട് വിലങ്ങിന് അടിക്കുക. അടിച്ചിട്ട് പിന്നെ അതിൻ്റെ അടിഭാഗത്ത് മൊത്തമായിട്ട് വെച്ച് കണ്ട് ഫുള്ളായിട്ട് അടിച്ചു പോരുകയാണ്. ഓക്കെ, ഇത് അടിക്കുമ്പോൾ ഈ അലാസ്റ്റിക്കുമ്മ കൊള്ളാൻ പാടില്ല. അലാസ്റ്റിക്കുമ്മ തട്ടാതെ അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് ഏകദേശം അലാസ്റ്റിക്കിൻ്റെയും കാട്ടിലും കുറച്ചും കൂടെ വീതിയിൽ ഫുള്ളായിട്ട് അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കറക്റ്റായിട്ട് അടിക്കട്ടോ. ഒരിക്കലും അലാസ്റ്റിക്കുമ്മ തട്ടരുത്. അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ലൂസിൽ കിടക്കണം. ഓക്കെ, എന്നിട്ട് അലാസ്റ്റിക് വലിച്ച് കൊണ്ടുവരിക. കാരണം ചെറിയൊരു കഷ്ണം അലാസ്റ്റിക് ഉള്ളൂ. അപ്പോൾ അത്രയും സ്പേസിക്കുള്ള അലാസ്റ്റിക് അത് മതി, നല്ലത് പ്ലീറ്റായി ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് വരേണ്ട ആ ഭാഗത്തും ഇതുപോലെ വിലങ്ങിനടിക്കുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ് പോയിരിക്കാൻ എന്നിട്ടൊന്ന് വലിച്ചു വിടുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അതിൻ്റെ ആ പ്ലീറ്റായിട്ട് കിടക്കും. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കയ്യും ഇതേ രൂപത്തിൽ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യുക. അലാസ്റ്റിക് ഉള്ളിൽ വെച്ച് കണ്ട് അലാസ്റ്റിക്കുമ്പോൾ തട്ടാത്ത രൂപത്തിൽ അതിൻ്റെ സൈഡ് അടിച്ച് പോരുക. ഫസ്റ്റ് അടിക്കൊണ്ട് കൊടുത്ത് അലാസ്റ്റിക്കുമ്പോൾ ലോക്ക് ചെയ്ത് കണ്ട് അടിച്ച് കണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേപോലെ തന്നെ ഇതിന് അലാസ്റ്റിക് ചെയ്യുക. അലാസ്റ്റിക് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ രണ്ട് കയ്യും നമ്മൾ അലാസ്റ്റിക് ഫിറ്റ് ചെയ്തു. ഇനി ചെയ്യാനുള്ളത് ഈ കൈ ഈ ഫ്രണ്ടിമേ ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ കയ്യിൻ്റെ ഒരു ഭാഗം ഫ്രണ്ടിമേയും വരും, രണ്ടാമത്തെ ഭാഗം ബാക്കുമേയും വരും. ഇതേ രൂപത്തിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് ഇൻഡുട്ട ഭാഗം ഉൾഭാഗമാണ്, അതായത് ഉള്ളിക്ക് വരേണ്ട ഭാഗം. എന്നിട്ട് കറക്റ്റ് ഈ സ്പേസിൽ വെച്ചുകൊണ്ട് കറക്റ്റ് ആ കൈ വെക്കാനുള്ള അത്രയും സ്പേസിൽ കറക്റ്റ് ആ കൈ ഇതുപോലെ വെക്കുക കേട്ടോ. അപ്പോൾ ഈ ചെയ്യണ ഇതേ രൂപത്തിൽ കൈ ഫിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ഫ്രണ്ടിൻ്റെ രണ്ടാമത്തെ സൈഡിലും രണ്ടാമത്തെ കൈ അതേപോലെ ഫിറ്റ് ചെയ്യുക. ആ ക്രോസില്ലേ, ഇതുവരെ ഒരു ക്രോസ് കട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്രോസ് മുതൽ ഇതേവരെ ഇപ്പോൾ ഈ ചെയ്യണ അതേ രൂപത്തിൽ കേട്ടോ. ഓക്കെ, അങ്ങനെ രണ്ട് കൈയും ഇതേപോലെ ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ അടിച്ചെടുത്തു. എന്നിട്ട് ഈ ഭാഗം കൈയിൻ്റെ രണ്ടാമത്തെ സൈഡ് ബാക്കിൻ്റെ അതേ സൈഡിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക. അങ്ങനെ രണ്ട് തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ തന്നെ ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു. എന്നിട്ട് കയ്യിൻ്റെ രണ്ടാമത്തെ കയ്യിൻ്റെ അതേ സൈഡും ഈ ബാക്കിൻ്റെ ഈ സൈഡും ഇവിടെ ഇതേപോലെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ആ രണ്ട് തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഇതൊക്കെ ഉൾഭാഗത്തു നിന്നാണ് അടിക്കേണ്ടത് കേട്ടോ. നമ്മൾ അടിക്കാൻ പോകുന്ന ഈ ടോപ്പിൻ്റെ കയ്യിൻ്റെ ഉൾഭാഗം അതേമാതിരി ആ ഫ്രണ്ട് പീസിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിക്കേണ്ടത്. അപ്പോൾ ആ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോകുള്ളൂ. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇതേപോലെ തന്നെ അടിക്കട്ടോ. അപ്പോൾ കൈ ഫിറ്റ് ചെയ്തു, ഫ്രണ്ടിന്മേയും ബാക്കിന്മേയും. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഈ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ അലാസ്റ്റിക് കറക്റ്റ് സെൻറ്ററിൽ ജോയിൻറ്റ് ചെയ്യുക. ഈ അലാസ്റ്റിക് നമ്മൾ ഏത് അളവിലാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ കറക്റ്റ് ഫ്രണ്ടിൻ്റെ അളവുണ്ടല്ലോ, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്തിൻ്റെ കറക്റ്റ് അളവിലാണ് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ജോയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഫസ്റ്റ് തുടങ്ങേണ്ട ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ക്ലോസ് ചെയ്യാണ് കേട്ടോ. ഈ ഓപ്പൺ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇത് മൊത്തത്തിൽ ഈ അലാസ്റ്റിക്കിന് ഫിറ്റ് ചെയ്യാണ്. എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ആ കൈ അടിച്ചില്ലേ, ആ കയ്യിൻ്റെ ബോട്ടത്തുമ്പോൾ നമ്മൾ അലാസ്റ്റിക് വെച്ചല്ലോ, അതേപോലെ തന്നെ അലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അലാസ്റ്റിക്കുമ്പോൾ ഒന്നും പാടെ കവർ ചെയ്ത് ഫോൾഡ് ചെയ്ത് കണ്ട് അലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ അലാസ്റ്റിക്കിന് ചാരിയിട്ട് ഫുള്ളായിട്ട് കഴുത്ത് റൗണ്ടിൽ അടിച്ചെടുക്കട്ടോ. നമ്മൾ കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്തിൻ്റെ അളവിൽ കറക്റ്റാണ് അലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൈയൊക്കെ കൂടെ വരുമ്പോൾ അലാസ്റ്റിക് ഇങ്ങനെ ടൈറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ പ്ലീറ്റായിട്ട് കിടക്കും കേട്ടോ. ആ അളവിൽ നിങ്ങൾ അലാസ്റ്റിക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ കൈയും കൂടെ വരുമ്പോൾ കറക്റ്റ് ആക്കാറ് അലാസ്റ്റിക് വെച്ച് വരുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അലാസ്റ്റിക് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സൈഡ് അടിക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ ടോപ്പിൻ്റെ സൈഡ് അടിക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഉൾഭാഗത്തേക്ക് ഇട്ടിക്കാണ്ട് ആ കയ്യിൻ്റെ അവിടെ നിന്ന് അടിച്ചു പോരുക. ആ രണ്ട് തുമ്പും ആ കയ്യിൻ്റെ ആ ജോയിൻ്റൊക്കെ ഒപ്പം വരണം. അങ്ങനെ ഒരേ വീതിയിൽ തന്നെ അടിഭാഗം വരെ അടിച്ചെടുക്കട്ടോ. ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഇതേപോലെ അടിക്കുക.
ഓക്കെ, ഞാൻ രണ്ട് സൈഡും അടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലീറ്റ് വെക്കണം. അത്രയും കൂടെ പണിയുള്ളൂ. അതിന് നമ്മളെടുത്ത് 2 പീസ് ഉണ്ട്. ആ 2 പീസ് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 2 പീസ് വേണ്ടി വരും, ചിലപ്പോൾ 3 പീസൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുന്നതനുസരിച്ചാണ് അതിൻ്റെ തുണിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. എന്നിട്ട് ആ പീസിൻ്റെ ഒരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തടിക്കുക ചെറുതായിട്ട്. എത്ര കുറഞ്ഞ വീതിയിൽ എത്ര നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാൻ കഴിയണോ ആ വീതിയിൽ അടിക്കുക. എന്നിട്ട് ഈ ഭാഗം, ഈ വിലങ്ങ് ഭാഗം ഉണ്ടല്ലോ, കുറച്ച് ഭാഗം അതൊന്ന് ചെറുതായിട്ട് അടിക്കുക. ആ തുടക്കത്തിൻ്റെ ആ ഭാഗം, അതുപോലെ 2 സൈഡിൻ്റെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ആ പീസിൻ്റെ 2 സൈഡും ആ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ച് അടിക്കുക കേട്ടോ. കറക്റ്റ് അടിഭാഗത്ത് വെച്ചുകൊണ്ട് ഇതാണ് ഉൾഭാഗം. ഓക്കെ, അതിൻ്റെ ഇട്ട ഭാഗം ഉൾഭാഗം. എന്നിട്ട് കറക്റ്റ് ആ 2 പീസിൻ്റെയും ആ തുമ്പ് കറക്റ്റ് ഒപ്പം വെച്ചുകൊണ്ട് ഫസ്റ്റ് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങുക. എന്നിട്ട് തുടങ്ങിയിട്ട് ഓരോ പ്ലീറ്റ് ഇട്ടുകൊണ്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഒരു 1/2 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് വീതിയിലൊക്കെ ചെറിയ ഓരോ പ്ലീറ്റ് ഇടുക. അതായത് പ്ലീറ്റ് ഇപ്പോൾ എത്ര വീതിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരേ വീതിയിൽ തന്നെ പ്ലീറ്റ് ഇടുക. മൊത്തമായിട്ട് ഒരേ വീതിയിൽ പ്ലീറ്റ് ഇട്ടുകൊണ്ട് ആ പീസ് മൊത്തമായിട്ട് അതിന് വെച്ച് അടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ, അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ ആ പീസ് ഫുള്ളായിട്ട് അടിഭാഗത്ത് വെച്ച് അടിക്കുകയാണ്. ഓക്കെ, അത് ഫുള്ളായിട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളാണ്. നമ്മൾ ഉപയോഗിക്കാത്ത ഷർട്ടുകൾ ഉണ്ടാകും. അതുപോലെ ഈ ഷർട്ട് വേണ്ട, സാധാ നല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ, കട്ട് പീസ് ഉണ്ടെങ്കിൽ അതിന്മേ ഇതുപോലെ മടക്കി വെച്ച് ഇതേപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാകാരം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഒഴിവാക്കുന്ന ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റീയൂസും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.